നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഒരു മോടി! എന്റെ ഓർമ്മയില് ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നിട്ടേ ഇല്ല. ഉമാദത്തൻ സാറിനും കുടുംബത്തിനും ഒത്തിരി സന്തോഷായി. പോരുമ്പോ ആ അമ്മേനോട് കൊറേ സംസാരിച്ചു. നല്ലവരാ. ആ ഒന്ന് നിർത്തിക്കേ. എന്താ നളിനി? നന്ദിയുടെ പണി കഴിഞ്ഞല്ലോ. ഇനിയിപ്പൊ അച്ഛനും മോളും കറക്കം തന്നെയാ അല്ലേ? കണ്ണു വയ്ക്കല്ലേ നളിനി, ഞങ്ങള് ജീവിച്ചു പൊയ്ക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്ത് നല്ല കുടുംബം അല്ലേ. അച്ഛൻ എന്ത് സ്നേഹാ മോളോട്. അച്ഛാ, കുറച്ച് മീൻ വാങ്ങിച്ചാലോ? മീനോ? ഞാൻ പറഞ്ഞല്ലേ ഇന്ന് എനിക്ക് ആട്ടിറച്ചി വേണമെന്ന്. 10-31 ദിവസമായി പച്ചക്കറി കഴിക്കാൻ തുടങ്ങിയിട്ട്. അച്ഛാ, അതിനിങ്ങനെ തിന്നാൻ വരുന്ന എന്തിനാ? അയ്യോ, അച്ഛൻ പോയിക്കോ, ഞാൻ പോയി ആട്ടിറച്ചി വാങ്ങിച്ചിട്ട് വരാം. അയ്യോ, എന്നാ പോയിട്ട് വേഗം വാ. മോള് വരുമ്പോഴേക്കും ഞാൻ ചെന്ന് ആരപ്പൊക്കെ അരച്ചു വയ്ക്കാം. ഇന്ന് ആട്ടിറച്ചിയും കൂട്ടി ഒരു പിടി പിടിക്കണം. ചെല്ല് ചെല്ല്. രാജണ്ണ, എനിക്കൊരു കിലോ എടുക്ക്. വാരിയിലും വേണേ. ആ, അത് പിന്നെ നിന്റെ അച്ഛന്റെ സ്പെഷ്യൽ അല്ലേ. ചേട്ടാ, ഒരു കിലോ എടുത്തോ. ആ രാധേ, നീ എപ്പോ വന്നടി? 3-4 ദിവസമായി. ആഹാ, എന്നിട്ടാണോ നീ അങ്ങോട്ടൊന്നും ഇറങ്ങാത്തെ? തിരക്കാടി. എന്തായി നിന്റെ കല്യാണക്കാര്യം? അടുത്തെങ്ങാനും ഉണ്ടോ? ഇക്കാര്യം അറിയാൻ വേണ്ടിയാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് കെട്ടിയോന്റെ വീട്ടിൽ നിന്ന് വന്നത്? എത്ര മാസായി? 6. നന്നായി ശ്രദ്ധിക്കുന്നില്ലേ? നിനക്ക് സുഖാണോ? രാജണ്ണ. ആ രാജണ്ണ, ഇതിനെ വെട്ടാനാണോ? ഇവിടെ പിന്നെ ആട് ടൂർ വരുവോ? എന്നാ ഇതിനെ വെട്ടണ്ട, എനിക്ക് വിലക്ക് തന്നേക്ക്. എന്തിനാ മോളെ? അത് മച്ചിയാ. ആര് പറഞ്ഞു? ഇതേ ഗർഭിണിയാ. അതെ മോളെ നന്ദിനി, 10-30 വർഷമായി ഞാൻ കച്ചവടം തുടങ്ങിയിട്ട്. എനിക്ക് കണ്ടറിഞ്ഞൂടെ? അണ്ണൻ ഇതിന്റെ വില പറ. ഇതിനൊരു 8000 രൂപയാവും. നന്ദിനി മോളായതുകൊണ്ട് 7500 തന്നാ മതി. ഇത് 8500 ഉണ്ടല്ലോ. അണ്ണൻ വെച്ചോ. ഇത് ഒരാടിന്റെ വിലയല്ല, 2 ആടിന്റെ വിലയാ. ഇവള് പാല് വെച്ചിരിക്കുന്ന രീതി കണ്ടോ? അത് വയറ്റില് കുഞ്ഞുള്ളതിന്റെ ലക്ഷണ. ദേ, ഈ വയറിന്റെ താഴത്തുള്ള രോമങ്ങളുടെ മിനുക്കം കണ്ടോ? ഒരു 2 ആഴ്ചത്തെ വളർച്ചയുണ്ട് കുഞ്ഞിന്. ആ, ഞാൻ പോവാ. വാ നന്ദിനി, ഞാനും ഉണ്ട്. ആ, വാ. നിനക്ക് ഇറച്ചി വേണ്ടേ? വേണ്ട, ഞാൻ ഇറച്ചി കഴിക്കല് നിർത്തി. ശരിക്കും ആ ആട് ഗർഭിണിയാണോ? നന്ദിനി പറഞ്ഞാ തെറ്റില്ല. വീട്ടിലുള്ള കന്നുകാലികളെയൊക്കെ അവൾ അങ്ങനെയാ നോക്കുന്നത്. എടി, നമ്മുടെ രാഘവ മാഷിന്റെ മോൾ ഒളിച്ചോടിയോ? അങ്ങേർക്ക് അങ്ങനെ തന്നെ വേണം. നിനക്ക് ഓർമ്മയുണ്ടോ 10ാം ക്ലാസ്സിൽ പദ്യം ചൊല്ലാത്തതിന് അയാൾ എന്നെ മുട്ടുകാലെ നിർത്തിയത്? നീ ഇതൊന്നും മറന്നില്ലേടി? ആ, ഞാൻ മാഷിനെ കാണുമ്പോ പറയാം. അയ്യോ വേണ്ട. അല്ല, 7 മാസം കഴിയുമ്പോഴല്ലേ നിന്നെ കൂട്ടിക്കൊണ്ട് വരേണ്ടത്? ഇതെന്താ നേരത്തെ? ഞാൻ അങ്ങനെ വന്നൊന്നും അല്ല. അയാൾ എന്നെ കൊണ്ടുവന്നാക്കിയതാ.
എന്തു പറ്റി? കാശ് തന്നെ. കല്യാണ സമയത്ത് അച്ഛൻ കുറച്ച് കാശ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അന്നത് ഒത്തില്ല. എന്നെ തല്ലിയും കരയിച്ചും ഒക്കെ കുറെ വാങ്ങിച്ചെടുത്തു. എന്നിട്ടും പോരാ. കാശിന്റെ കണക്കിലല്ലാതെ എന്നെ കണ്ടിട്ടില്ല. ഇനി വരുന്നില്ലെങ്കിൽ വേണ്ട. അങ്ങനൊന്നും പറയാതെടി. അങ്ങേരുടെ കുഞ്ഞല്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്നത്. നീ നോക്കിക്കോ, നിന്നെയും കുഞ്ഞിനെയും തേടി അയാൾ വരും. അല്ലാതെ എവിടെ പോവാനാ? ആരാതെ, ഞാൻ ഇവിടെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി കെട്ടട്ടെ. ആ ശരി. ഞാൻ വൈകുന്നേരം നിന്റെ അടുത്തേക്ക് വരാം. ആ ശരിടി. ശരി. ബാ 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 ബാ. പിച്ചു, കുറച്ച് കാന്താരം മുളങ്ങി പറിച്ചെടുത്തേ. എന്റെ കയ്യില് മൈലാഞ്ചി അച്ഛാ. ഇപ്പൊ അങ്ങോട്ട് വരാൻ പറ്റില്ല. അച്ഛൻ അങ്ങ് പറിച്ചാ പോരെ. ആ ഇയാൾക്ക് ഈ വട്ടം വട്ടം വരയ്ക്കാനും കുത്തിടാനും മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ കോളേജിൽ പോകുന്നതേ ഈ മൈലാഞ്ചി ഇടാൻ പഠിക്കാനല്ല. നീ വേണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പൊക്കോ. നന്ദിനി സമ്മതിച്ചു തന്നെ. രണ്ടാൾക്കും പഠിക്കാനൊന്നുമില്ലേ? ഞങ്ങൾ ഇപ്പൊ ഇരുന്നേ ഉള്ളൂ ചേച്ചി. വാ. ഇറച്ചി വാങ്ങാൻ പോയ ആളിതേ ആടുമായിട്ട് വന്നിരിക്കുന്നു. വാ. തിന്നോ. ഇത് എവിടെന്നാ നന്ദിനി? ഇതിനെ വെട്ടാൻ പോവാ? വെട്ടാനോ? ഓടി. കാർത്തു, നീ ഇതിന് കുറച്ച് പ്ലാവിലിട്ട് കൊടുത്തേ. ആ, മുത്തു എവിടെ? മുത്തു ഇപ്പൊ എവിടെയായിരിക്കും ചേച്ചിക്ക് അറിയില്ലേ? അവിടെ തന്നെ. ഹായ്.